എന്താ കഴിക്കാൻ വേണ്ടേ ആലോചിച്ചിട്ട് മിഠായി. എപ്പോഴും ബേബിക്ക് മിഠായി. ഞാൻ ചേട്ടനെ ജോലി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ പിടിച്ച് കൊണ്ടുപോവാണ്. എനിക്ക് ഭയങ്കര ക്രേവിങ്സ് അല്ലേ ബേബി, നമുക്ക് മിഠായി വേണം, പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പൈസി ആയിട്ട് കഴിക്കണം, അങ്ങനെ കുറച്ച് ക്രേവിങ്സ് ആണ് ചേട്ടന്. ഞങ്ങൾ ജോലി കഴിഞ്ഞ പാടെ ആ ക്ഷീണത്തിൽ തന്നെ ഞങ്ങളുടെ സെൽഫിഷ് റീസൺസ് കാരണം പിടിച്ചുകൊണ്ട് പോകണം. അപ്പം നമുക്ക് എവിടെ പോകേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കൊരട്ടിയിലേക്ക് പോവുക, എന്നിട്ട് കാണുന്ന കടയിലൊക്കെ കയറുക, എന്തെങ്കിലുമൊക്കെ കഴിക്കുക ലൈറ്റായിട്ട് കേട്ടോ, വളരെ ലൈറ്റായിട്ട്. നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വന്ന മനുഷ്യനെ ഇങ്ങനെ ജോലിക്ക് കൊണ്ടുപോകാന്ന്. പക്ഷെ ഈ ക്ഷീണിച്ച് വന്ന മനുഷ്യന് എന്നെക്കാൾ അപ്പുറം ക്രേവിങ്സ് ഉള്ള മനുഷ്യൻ. അത് പിന്നെ ഞങ്ങള് ഭയങ്കര, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ആക്ച്വലി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ ഡിറ്റർമിനേഷൻ അങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് വരുമ്പോ കുറെ ഫുഡ്. അതെ, ബേബീനെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പാർക്കിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എന്നും ഡാഡിയും മമ്മിയും പറ്റിക്കും അല്ലേ. ഇന്ന് ശരിക്കും ബേബി നല്ല, ഈ ഒരാഴ്ച ബേബി നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് ബേബിനെ നമ്മൾ പാർക്കിൽ കൊണ്ടുപോട്ടെ എന്ന്. ഡാഡിനെയാണോ അമ്മേനെയാണോ ഇഷ്ടം? നീ ബുദ്ധിമതിട്ടാ, നീ ബുദ്ധിമതിയടി. ഏറ്റവും ഇഷ്ടം ഓ, ഇതാരാ പഠിപ്പിച്ച വെച്ചേക്കാണോ ബേബിനെ? അമ്മാമ്മ പഠിപ്പിച്ചാണോ? ഞങ്ങൾ ഇനി ഡയറ്റ് ഒക്കെ തുടങ്ങാനുള്ള ചേട്ടാ. കണ്ടറിയാം. പക്ഷെ പണ്ട്, അതായത് കല്യാണം കഴിഞ്ഞ് നല്ല പ്രായത്തില്, ഒരു യൂത്ത് ആയിട്ടിരിക്കുന്ന പ്രായത്തിൽ, ഇപ്പോഴും ഞങ്ങൾ ലൈക് കിളവൻ ടീംസ് അല്ല. ഞങ്ങള് ചെറുപ്പകാലത്ത് ചേട്ടന് ആക്ച്വലി ഒരു മെഗാ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. എത്ര 95 kgs to 60 ഉണ്ടോ, 67 ആയി. മെലിഞ്ഞ് എല്ലിച്ച് ക്ഷീണിച്ച ഒരാളെ പോലെ ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഞങ്ങളുടെ ഈ എച്ചുമോൾ ഉണ്ടായതിന് ശേഷം ഒരിക്കലും ഞങ്ങളങ്ങ് മെലിഞ്ഞിട്ടില്ല. ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ഞങ്ങൾ ഡയറ്റ് എടുക്കണം, നന്നായി ഹെൽത്തി ആവണം. പക്ഷേ എന്തോ എൻ്റെ ചേട്ടനും എനിക്കും അത് പറ്റുന്നില്ല. ഇനി നമുക്ക് ശരിക്കും ഡയറ്റ് തുടങ്ങണം എന്ന് എന്നും വിചാരിക്കും. പക്ഷെ ഇത് ഇപ്രാവശ്യത്തെ കുറച്ചൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ഡയറ്റിനെ കാണാൻ പോവാണ്. കൊരട്ടി എത്തിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കാനുള്ള മൂടില്ല. ഇപ്പൊ ഇവിടെ എന്നിട്ട് കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാനിപൂരി കഴിച്ചാലോ, ദഹിപൂരി. ചാട്ട് ഐറ്റംസിൽ എനിക്ക് ദഹിപൂരിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ എന്തൊക്കെ വയറ്റിലുള്ള കുഞ്ഞു വയറ്റില് കുറെ ചോറുണ്ട്, 2 മിഠായി ഉണ്ട്, ഇനി ഐസ്ക്രീം കൂടെ വേണം. ഇതിലൊക്കെ സ്ഥലം ഉണ്ടോ വയറ്റില് സ്ഥലം ഉണ്ടോ? നീ എന്താ ഓർഡർ ചെയ്തേക്കണേ? ഞാന് ഒരു പ്ലേറ്റ് പാനിപൂരി, ഒരു പ്ലേറ്റ് ദഹിപൂരി. അതിൽ ദഹിപൂരിയാണ് എൻ്റെ ഫേവറേറ്റ്. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ്? ദഹിപൂരി ഇഷ്ടം. എന്താ ഇഷ്ടം? ചണ്ടിപ്പൂരി. എന്നിട്ട് സാധനം ബേബി ആദ്യം കുറച്ച് കടിച്ചു തന്നു. കടിക്ക് 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 കടിക്ക്. ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട ബേബി.
ബേബി എന്തൊക്കെ തിന്നണേ? എങ്ങനെയുണ്ട്? ദഹിപ്പോയിൻ്റെ ഏറ്റവും നല്ല ഫീലിംഗ് എന്താണെന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിലത്തെ കേടില്ലേ, അത് ഭയങ്കര തണുത്ത് ഇങ്ങനെ വയറ്റിൽ കൂടെ ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ ഒരു കൂളിംഗ് എഫക്റ്റ്. ഇഷ്ടമായ? ബേബിക്ക് ഇഷ്ടമായ? എനിക്കിഷ്ടമായ. ഒരു ബോളും കൊണ്ട് വന്നിട്ടുണ്ട്, അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമുക്ക് സ്പൈസി പാനിപൂരി ദഹിപ്പൂരിയൊക്കെ കഴിച്ചു. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ ക്രേവിങ്സ് അടങ്ങിയിട്ടില്ല. നമുക്കിനി എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാം. എവിടെ പോയിട്ട്? നമുക്കിങ്ങനെ പോവാം, വല്ല ബേക്കറിയോ പേസ്ട്രിയോ എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാൻ തോന്നുന്നു. പാരഗണി പോയാലോ? പാരഗൺ ഉണ്ടോ ചോദിച്ചു? തിരക്കായിരിക്കും പാരഗൺ ഈ സമയത്ത്. നല്ല തിരക്കായിരിക്കും. പോയി നോക്കാം. അതിനാ ഡെസേർട്ട് അവിടുത്തെ ചീസ് കേക്ക്, പാരഗണിലത്തെ മറ്റേ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് കഴിക്കാം. അമ്മയുടെ ഹോസ്പിറ്റലെത്തി. കേക്ക് വേണം. കേക്ക് ചേട്ടാ, ഫുൾ കാർ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് കേട്ടോ. മിക്കവാറും നമ്മളൊരു ചീസ് കേക്ക് കഴിയാൻ കുറേ വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്കിനി എപ്പോൾ കിട്ടുമെന്ന്, നമുക്ക് ആ കൂടി കുറച്ച് ചീസ് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷേ ഇവിടെ നല്ല തിരക്കുണ്ട്. എൻ്റെ ചേട്ടന് കുറച്ച് ക്ഷമ കുറവാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഇറിറ്റേഷൻ വരും, ദേഷ്യം വരും. പക്ഷെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ രസമുള്ളത് അല്ലേ? ബേബി എന്താ തിന്നണേ? ബേബിനെ കാണാനില്ല. ബേബി ഇതേ അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് ബേബിയുടെ എൻ്റർടൈൻമെൻറ്റ്. എത്ര പിള്ളേരുണ്ട്, ആരൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കലാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ സ്ക്രീനിങ് കഴിഞ്ഞു. ഇവിടെ ഒരു കുഞ്ഞിച്ചേട്ടനെ കണ്ടു. അങ്ങനെ എൻ്റെ ചീസ് കേക്ക് കിട്ടി. പിന്നെ നമ്മളൊരു ചീസ് കേക്കും ഒരു ആപ്പിൾ ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബേബി അതിന് കൈയിട്ട് വാരി, എനിക്കത് ഇഷ്ടമല്ല. ബേബി ഈ ചീസ് കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഓവർ സ്വീറ്റ് അല്ല, പെർഫെക്റ്റ്. പക്ഷെ കുറച്ചൊരു ഡെസേർട്ട്. ഡാഡിക്ക് കാണിച്ചു കൊടുക്കുക ലിപ്സ്റ്റിക് ഇടുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഒന്നുമല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. ഇത് സ്വീറ്റ് പ്ലസ് ഒരു ഹണി പ്ലസ് ഒരു സോർ ടേസ്റ്റാണ്. നല്ലതല്ലെങ്കിൽ നായിക്കറിയോ? കൊച്ചിന് പാർക്കിൽ പോകാൻ വേണ്ടിട്ട്. എന്നെ ഞാൻ ആടിക്കഴിഞ്ഞാൽ ഇവരെന്നെ പുറത്താക്കും. അതോടുകൂടി ആവുമ്പോൾ ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞു വരും. വരുന്ന എനിക്ക് തോന്നണില്ല.
വീഴും. പിടിച്ചിട്ടുണ്ട്, മുറുക്കെ പിടിച്ചിരുന്നു. മഞ്ഞിന്നല്ല മതി, മതി, മതി ശരിക്കും പറ. മതി എന്ന് പറ. മഞ്ഞിന്നല്ല മതി. രക്ഷിക്കണേ പറ. എന്നെ രക്ഷിക്കണേ. അയ്യോ നമ്മള് പിന്നെ നൈറ്റിലൊക്കെ വരുന്ന ഒരു വൈബ് തന്നെയാണല്ലേ നമുക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറ്റിപ്പോയത് നമ്മൾ കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോലും കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ഡേറ്റിങ്ങിനോ ഒന്നിനും പോയിട്ടില്ല. നിങ്ങളെന്നെ വിളിച്ചു, പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു എൻ്റെ പപ്പ വീട്ടിലില്ല, ഞാൻ വരില്ല. അൺറൊമാൻറ്റിക് മോറോൺ ഞാനായിരുന്നു കല്യാണത്തിന് മുമ്പ്. നമുക്ക് പക്ഷെ പോകാനുള്ള നേരം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു കല്യാണം ഉറപ്പിച്ച് ഒരു 20 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കല്യാണം കഴിച്ചു ആ കോവിഡിൻ്റെ സമയത്ത് അല്ലേ? അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഉറങ്ങാം. നാളെ രാവിലെ നേരത്തെ എണീക്കാം. ഇഷ്ടമായ ബേബിക്ക്? ഇഷ്ടമായോ? പോവാം. Cause we were just kids when we fell.